CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും നിലവിൽ കോഴിക്കോടിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ എല്ലാ ആരാധകർക്കും വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ കോഴിക്കോട് വെച്ചും ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരങ്ങൾ ഉണ്ടാവുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കി വരുന്നത് ഈ ഒരു കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്ന മത്സരങ്ങളെക്കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലവിലെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാല പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യവും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായി പ്രബീർ ദാസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐഎസ്എൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇനി അങ്ങോട്ടുള്ള ചില മത്സരങ്ങൾ കോഴിക്കോട് വെച്ച് നടക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കുറച്ച് മത്സരങ്ങൾ കോഴിക്കോട് വെച്ച് നടത്താനാണ് സാധ്യതയുള്ളത്. ടീം മാനേജ്മെന്റ് കഴിഞ്ഞ മാസം സ്റ്റേഡിയം സന്ദർശിക്കുകയും ലീഗ് അധികൃതരുമായി ചർച്ച നടക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മലബാറിലെ ഫുട്ബോൾ ആരാധകരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു തീരുമാനമെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നിലവിലെ CEO ആയിട്ടുള്ള അഭിഷേക് ചാറ്റർജി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏതായാലും കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. അതിൻ്റെ സാധ്യതകൾ ഞാൻ വിലയിരുത്തുന്നു തന്നെയുണ്ട്. 2-3 കാര്യങ്ങൾ പരിഗണിച്ചിട്ടുമുണ്ട്. ഒന്ന്, അവിടുത്തെ ആരാധകരുമായി കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്നുള്ളത്. ഞങ്ങൾ ലീഗുമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇവർ ഈ ഒരു ആശയത്തോട് തുറന്നു മനസ്സുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കോഴിക്കോടും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങൾ നടന്നേക്കാം എന്ന തരത്തിലുള്ള ആ ഒരു വർത്തമാനമാണ് അഥവാ ആ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ CEO ആയിട്ടുള്ള അഭിഷേക് ചാറ്റർജി തന്നിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്നുള്ളത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റലയുടെ ആദ്യ പ്രസ് കോൺഫറൻസിനെ കുറിച്ചാണ്. ഏതായാലും പ്രസ് കോൺഫറൻസിൽ ഡേവിഡ് കാറ്റലയോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ CEO ആയിട്ടുള്ള അഭിഷേക് ചാറ്റർജിയും അദ്ദേഹത്തോടൊപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ SD ആയിട്ടുള്ള കരോലിസ് കിൻകിസും ഉണ്ടായിരുന്നു. ഏതായാലും അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാല പറഞ്ഞ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുവാൻ പോകുന്നത്. ഏതായാലും അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഏറ്റവും നിലവിൽ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ താരങ്ങളെല്ലാമായി ഒന്ന് സിങ്ക് ആവുക, അഥവാ നല്ല രീതിയിൽ താരങ്ങളുമായി ഒന്ന് പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ അഭിപ്രായപ്പെടും, അഥവാ കളിക്കാർക്ക് ഇനി എന്താണ് നൽകേണ്ടതെന്ന് ഞാൻ നല്ല രീതിയിൽ അഭിപ്രായപ്പെടും. ഒരു ടീം എന്ന നിലയിൽ നമുക്ക് എന്താണ് മെച്ചപ്പെടുത്താൻ കഴിയുക എന്നതിൽ ഞാൻ ഏറ്റവും എൻ്റെ രീതിയിൽ നിന്നും അഥവാ എൻ്റെ ഭാഗത്തു നിന്നും മാക്സിമം ശ്രമിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എനിക്ക് എന്നിൽ തന്നെ നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. ഇവിടെ നല്ല ജോലി ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നല്ല ഊർജ്ജത്തോടെയാണ് ഞാൻ ഇവിടെ വരുന്നത് എന്നും വന്നിട്ടുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ക്ലബിൽ വലിയ ലക്ഷ്യങ്ങൾ നേടുന്നതിന് എനിക്ക് അഭിനിവേശവും കൂടാതെ തന്നെ നല്ല ദാഹവുമുള്ള കാര്യമാണ്. അഥവാ ക്ലബിന് കപ്പടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ അഥവാ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ISLലെ 12ാമത്തെ സീസണിൽ നമുക്ക് ഈ ഒരു പരിശീലകന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തൊരു വാർത്ത എന്നുള്ളത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലോൺ അടിസ്ഥാനത്തിൽ മുംബൈ സിറ്റി എഫ്സിയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകരുടെ എല്ലാവരുടെയും ദാസേട്ടനെ കുറിച്ചാണ്, അഥവാ പ്രബീർ ദാസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് അടുത്തത് എന്നുള്ളത്. നമുക്കറിയാം പ്രബീർ ദാസിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ പരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നുമായിട്ട് അധികം നേരം അഥവാ നല്ല രീതിയിൽ മികച്ച പെർഫോമൻസും കൂടാതെ തന്നെ പ്ലേയിങ് ടൈമും ഒന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നിലവിൽ പ്രബീർ ദാസിനെ കുറിച്ചുള്ള വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊക്കെ കുറച്ചധികം സങ്കടം നൽകുന്നത് തന്നെയാണ്. ഏതായാലും പ്രബീർ ദാസിന്റെ അപ്ഡേറ്റിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഏതായാലും ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിട്ടുണ്ടായിരുന്ന പ്രബീർ ദാസ് എന്ന സൂപ്പർ പ്രതിരോധ താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് ഇനി തിരിച്ചു വരികയില്ല. മുംബൈ സിറ്റി എഫ്സി പ്രബീർ ദാസിനെ സ്ഥിരമായിട്ട് അഥവാ പെർമനന്റ് ആയിട്ടുള്ള ഒരു കരാറിൽ ഒപ്പിടാൻ ആഗ്രഹിക്കുന്ന തരത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.